12 വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ എത്തപ്പെട്ട മൂകയും ബദിരയുമായ ഇന്ത്യൻ പെൺകുട്ടി ഗീത ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. 11 മണിയോടെ ഗീത ഇന്ത്യയിലെത്തും. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, വിവരങ്ങൾ. സോമി, ഇന്ന് 10 മണിയോടുകൂടിയാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ എത്തിപ്പെട്ട ഇന്ത്യൻ പെൺകുട്ടി ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഈ നാട്ടുകാരുടെ പ്രത്യേക ഇടപെടൽ മൂലം ഗീതയെ ഇന്ത്യൻ സർക്കാർ തന്നെ തിരിച്ചറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതിനാൽ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒപ്പം പാകിസ്ഥാൻ മന്ത്രാലയത്തിന്റെയും കൂടി സംയുക്തമായിട്ടാണ് ഈ പെൺകുട്ടിയെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. ഗീതയെ കുറിച്ച് ഈ പാകിസ്ഥാൻ സ്വദേശി തന്നെയായിരുന്നു ട്വീറ്റ് ചെയ്തിരുന്നത്. തുടർന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഈ ട്വീറ്റ് കാണുകയും തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാനിൽ അയക്കുകയും ഈ പെൺകുട്ടിയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പാക് സർക്കാരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇന്ന് പെൺകുട്ടിയെ 10 മണിയോടുകൂടി ഇന്ത്യയിൽ എത്തിക്കുന്നത്. തുടർന്ന് DNA പരിശോധനകൾക്ക് ശേഷമാവും ബീഹാറിലെ മാതാപിതാക്കൾക്ക് ഈ പെൺകുട്ടിയെ വിട്ടുകൊടുക്കുക. ഗീതയ്ക്കായി പ്രത്യേക സോഷ്യൽ മീഡിയകളിൽ ഗ്രൂപ്പ് തുടങ്ങുകയും ഈ പെൺകുട്ടിയുടെ മൂകയും ബധിരയുമായ അവസ്ഥയും ഇവരെ നാട്ടിലെത്തിക്കേണ്ട ആവശ്യകതയും ഉന്നയിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയകളിലൂടെ ഗ്രൂപ്പ് തുടങ്ങുകയും ഇതിനുവേണ്ടിയുള്ള ചർച്ചകളും സജീവമായിരുന്നു. ഇതിന്റെ ഒരു ഫലമായിട്ടായിരുന്നു ഇന്ത്യൻ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടതും തുടർന്ന് പാക് സർക്കാരും ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് സംയുക്തമായ ഇടപെടലിലൂടെയാണ് ഈ പെൺകുട്ടിയെ നാട്ടിലെത്തിക്കുക. 2001 പാകിസ്ഥാനിലെ പഞ്ചാബുകാരായ ഏതാനും നാട്ടുകാരാണ് ലാഹോറിലെ സോഷ്യൽ വെൽഫെയർ ഗ്രൂപ്പായ ED ഫൗണ്ടേഷനിൽ ഗീതയെ എത്തിച്ചത്. 4 വർഷങ്ങൾക്ക് മുമ്പ് കറാച്ചിയിലെത്തിയ പെൺകുട്ടിക്ക് ഗീത എന്ന പേര് നൽകിയത് മദർ ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഈ സംഘടനയായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ അറിയാതെ പാകിസ്ഥാൻ അതിർത്തി കടന്നതാകുമെന്നാണ് ഗീത തന്നെ കരുതുന്നത്. ഇപ്പോൾ 23 വയസ്സുള്ള ഗീതയെ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചാൽ ഇത്തരത്തിൽ നിശബ്ദമായി കരയാറാണ് പതിവ്. തുടർന്ന് ഈ വീട്ടുകാരെ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ നാട്ടിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ വിമാനത്താവളത്തിൽ എത്തിക്കുന്ന പെൺകുട്ടിയെ DNA പരിശോധനകൾക്ക് ശേഷം ബീഹാറിലെ മാതാപിതാക്കൾക്ക് കൈമാറും. മനു ശങ്കരാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.